എനിക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ വിചാരിച്ചത് കോട്ടൻ്റെ ഇതും കൊണ്ട് നിൽക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നന്നായി നിന്നു. ഇതാണ്ട നന്നായി നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 6-7 പ്രാവശ്യം ഇട്ടു കേട്ടോ. പക്ഷെ കളറൊന്നും പോയിട്ടില്ല. അടിപൊളി തുണിയൊക്കെയാണ്. ഇനി ഇങ്ങനത്തെയൊക്കെ ചുരിദാർ തന്നെ ഞാൻ അധികം എടുക്കുള്ളൂ. കാരണം ഇതിലാണെന്ന് വെച്ചാൽ പാൻറ്റും ഷാളും കാര്യം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ തുണി നല്ല തുണിയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുമ്പോൾ കിട്ടുമെന്നറിയില്ല. ടോപ്പ് വാങ്ങണേക്കാൾ എത്രയും നല്ലതാണ്. കാരണം ടോപ്പ് വാങ്ങിയാൽ നമ്മൾ പിന്നെ ലെഗിനും ഷാളും ഒക്കെ എടുക്കണ്ടേ. ഇതൊരു 600 രൂപയുള്ളൂ. കണ്ട അടിപൊളിയല്ലേ? 600 രൂപയുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൽ പാൻറ്റും ഷാളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ തുണി തിരുമ്പണതാണോ ഒന്നത്തെ വിശേഷം എന്ന് വിചാരിക്കില്ലേ? തുണി തിരുമ്പണമെന്നല്ല കേട്ടോ. എന്താ നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ ഞാൻ മാറ്റിയില്ല കേട്ടോ. ഇനി വൈകുന്നേരത്തെ എന്തായാലും നമ്മളൊന്നും കൂടി അമ്പലത്തേക്കൊക്കെ പോവില്ലേ? അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാട്ടോ. ഇത് കളർ കൊണ്ട്, പക്ഷേ മറ്റേത് കളർ പോകണില്ല. കണ്ട നല്ല തണുപ്പ് പറഞ്ഞാൽ എന്തൊരു തണുപ്പ് വെച്ചിട്ട് അവിടെ നിങ്ങളുടെ അവിടെ ഇങ്ങനെ തണുപ്പുണ്ടോ? ഈ താടിയൊക്കെ ഇങ്ങനെ കൂട്ടി മുട്ടുന്നുണ്ട്. അതുപോലെയുള്ള തണുപ്പാട്ടോ. രാവിലെ നീച്ച് വരാനേ തോന്നുന്നില്ല. ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് ഞാൻ നടക്കാൻ തന്നെ പോകണില്ല. മടിയായിട്ട് നടക്കാൻ പറ്റണ്ടേ. എന്തൊരു തണുപ്പാ വെച്ചിട്ടാ. അപ്പോൾ നമ്മൾ കല്ലടിക്കോട് ഇപ്പോൾ ഒരേട്ടനും പറയുന്നു എന്തൊരു തണുപ്പാണ് ഇവിടെയെന്ന്. നമ്മുടെ ഈ കനാലിൽ വെള്ളം കൂടി വിട്ടപ്പോഴേ നല്ല തണുപ്പ് കേട്ടോ. കുറച്ച് നേരം വഴിയപ്പോൾ വേഗം റേഷനരി എടുത്തിട്ട് ചോറ് വെച്ച് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചോറും കൂട്ടാൻ പറഞ്ഞാൽ രസം ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെച്ച് നമ്മൾ ഇനി വൈകുന്നേരത്തെ എന്തായാലും അമ്പലത്തിൽ തൊഴുകൊന്നും ചെയ്യില്ലല്ലോ. നമുക്ക് മക്കൾ വന്നു കഴിഞ്ഞു വെച്ചാൽ അമ്പലത്തേക്കൊന്ന് പോയാൽ മതി. അപ്പം അത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ അഴ പൊട്ടുള്ളൂ. ഞങ്ങൾ രാവിലെ പോയടി അമ്പലത്തേക്ക്. രാവിലെ പോയി വന്ന് എന്നിട്ട് ആ ചോറും കൂട്ടാനൊക്കെ വെച്ച്. ഈ കണ്ടുന്നോ? ബാഗ് എങ്ങനെയുണ്ട്? ബാഗ് 150 രൂപ. അടിപൊളി ബാഗുകൾ. എനിക്ക് വയ്യ. ആകെ എന്ത് വേണേലും ഒഴിവാക്കാം. കമ്മൽ മാത്രം ഒഴിവാക്കാൻ പറ്റുന്നില്ല. ആ കണ്ടോ 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 പാവട്ടോ എൻ്റെ കുട്ടി. ഞാനേ ഇങ്ങനെ കാട്ടിയപ്പോൾ ഇവള് പറഞ്ഞതിന് അവന് ദേഷ്യം വന്നിട്ട് അവനെ തല്ല. പാവല്ലടാ, നിൻ്റെ അമ്മയല്ലേ അത്, നിൻ്റെ സ്വത്താണ് കേട്ടോ അത്. അപ്പൂ ആ കോഴികൾക്ക് പപ്പൂന് ചോറ് കൊടുത്താൽ കോഴികൾക്ക് ഇഷ്ടമല്ല, കോഴികൾക്ക് ചോറ് കൊടുത്താൽ അപ്പൂന് ഇഷ്ടമല്ല. തൊട്ടു കുഞ്ഞിട്ടില്ല. ബാ അപ്പോൾ തിന്നാൻ കൊടുത്ത് മാത്രം കാര്യമില്ല. എന്നാ തൊട്ടുഴിയണേ. കണ്ടോ? നീ കഴിച്ചോട്ടോ. ഞാനേ കഴിച്ചിട്ടില്ല, നിനക്ക് തന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ. കഴിച്ചോ? ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് എന്താ വേഗം കഴിക്കട്ടോ. എന്ത് സാധനം കൊടുത്താലും ഇല്ലേ അവനൊന്ന് തൊട്ട് കുഞ്ഞാലാണ് അവനൊന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടേ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അവനൊന്ന് തൊട്ട് കുഴിയുക. അത് ഞാനാണോ വെച്ചാലും കുട്ടികളാണോ വെച്ചാലല്ലേ അവനൊന്ന് തൊട്ട് കുഴിയാൻ വേണ്ടി വരും. എത്ര വിശന്നിരിക്കുക വെച്ചാലും രാവിലെ നമ്മൾ കഴിക്കാൻ നേരത്തെ കൊടുത്തോട്ടോ. ഇനി ഉച്ചയ്ക്ക് കൊടുത്തു. എല്ലാവരും പറയും 3 നേരം കൊടുക്കാൻ പാടില്ല പറയട്ടോ. പക്ഷെ നമ്മൾ 3 നേരമൊന്നുമല്ല, നമ്മളിനി എന്തെങ്കിലും സ്പെഷ്യലോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അവന് കൊടുക്കും. ചിലപ്പോൾ 3-4 ഞങ്ങളുടെയൊക്കെ ഓരി കൊടുക്കും. അത് കഴിഞ്ഞ് കുട്ടികൾ കഴിക്കുക വെച്ചാൽ കുട്ടികളുടെ ഓരി കൊടുക്കും. നമ്മുടെ ചെറിയ കുട്ടികളുടെ പോലെ. കണ്ട. പിന്നെ ഇന്ന് നമ്മൾ മീൻകറി കൂട്ടി ചോറ് കൊടുത്തില്ലേ, നാളെയും നമ്മൾ മീൻകറി കൂട്ടിയിട്ട് അവന് ചോറ് കൊടുത്തില്ലേ, അപ്പോൾ അവൻ കഴിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ ഇന്ന് കൂട്ടിയത് അതങ്ങനെ ശീലിപ്പിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. നാളെ അത് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ പാത്രത്തോടെ അവിടെ വെച്ചിട്ടുണ്ടാവും. കഴിക്കില്ല പറഞ്ഞില്ലേ. എന്നാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ചോറിലിങ്ങനെ കുഴച്ച് കൊടുക്കുക വെച്ചാൽ അത് കഴിക്കും. പക്ഷേ മീനും ഇറച്ചിയാണോ വെച്ചാലും ഇന്ന് നമ്മൾ ഇതാക്കിയത് ചൂടാക്കിയ സാധനം ഒന്നും അവൻ കഴിക്കില്ല. അവൻ ഭയങ്കര തമ്പുരാനാണ് പറയും ഞങ്ങൾ ഇടയ്ക്ക്. സുനിയെ കഴിക്കുക.
എന്താ ഇന്ന് വേലയ്ക്ക് പോവുക പറഞ്ഞിട്ടില്ലേ? ഇന്നലെ വൈകുന്നേരത്തൊക്കെ ഞങ്ങൾ തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇന്നലെ പിന്നെ കെട്ടുനിറയ്ക്ക് പോകുമ്പോൾ ഇട്ട ചുരിദാറൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് എടുത്തതാണ്. തുണി തിരുമ്പാൻ നല്ല സൗകര്യമല്ലേ ഇവിടെ? പക്ഷെ വെയിൽ കൊണ്ട കറുക്കടി. എന്താ ഞങ്ങൾ നേരത്തെ തിരുമ്പണം. അതാണ് പറഞ്ഞില്ലേ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. സുഗന്യല്ലേ പോകുമ്പല്ലേ കുഴിമന്തി കഴിക്കണം പറഞ്ഞിട്ട് ഒറ്റ കാലിലാണ് നിൽക്കുന്നു കേട്ടോ. സത്യമായിട്ട് കേട്ടോ. എടുത്തിയമ്മ ചോറ് വയ്ക്കണ്ട കേട്ടോ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. എടുത്തിയമ്മ ഞാൻ രാവിലെ പിള്ളേരോട് നിൽക്ക് പറഞ്ഞപ്പോൾ അവർക്ക് വിശന്നിട്ട് വയ്യ പറഞ്ഞിട്ട് അവർ പോകുന്നു. പിന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങൾ കൊടുക്കാറില്ല വിചാരിച്ച് പൊന്നൂസിന് കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനേ കഴിക്കട്ടെ സുകന്യപ്പോൾ എനിക്ക് ഈ കുട്ടികളെ നോക്കിക്കോ, ഞാൻ കുറച്ച് വിറകിന് പോയിട്ട് തരാം കേട്ടോ. രാവിലെ തണുപ്പും തീ കത്താതെയും ഒക്കെ നല്ല രസമാണ്. എന്നുള്ള കനാലിൽ കണ്ടില്ലേ ഇത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ എന്തായിരിക്കും എന്നറിയാം. ഞങ്ങളിവിടെ വന്നിട്ട് ചില സമയത്ത് മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ കണ്ടോ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി പോയേക്കണത്. അപ്പോൾ ഇവിടെ നല്ല വെള്ളം ഒലിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഈ ചപ്പൊക്കെ പോവുമല്ലോ. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയിൽ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ഇതുവരെ ഉണ്ടാവും കേട്ടോ വെള്ളം. അപ്പോൾ മക്കൾക്ക് കളിക്കാനേ നല്ല സൗകര്യമാണ്. ഒരുപാട് കുണ്ടായിട്ടല്ല, അങ്ങനെ പരന്നിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവരെയും കൊണ്ട് വരും കേട്ടോ. സ്കൂളിൽ പോയിട്ടുള്ള 2 മാസം കനാലിൽ കളിച്ചിട്ട് വീട്ടിൽ കളിച്ചിട്ട് അല്ലേ കുഞ്ഞാ കിച്ചുവാ? സമയം പോവുക അല്ലേ? വിറകുണ്ടോയെന്ന് അറിയില്ല. എന്താ വെച്ചാൽ എപ്പോഴെപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്. കാട് കുഞ്ചോ അപ്പുറത്തെ കൂടെ പോ. ചവിട്ടി പാട്ടോ. നല്ലങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വായോന്ന്. ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചവിട്ടിയിട്ട് വായോ, സൗണ്ട് ഉണ്ടാക്കി. എന്താ കുത്തേ? പന്നികൾ വന്ന് കുത്തുന്നതാണേ. അതിന് ഒന്നും ഇവിടെ മാത്രമൊന്നുമല്ല, അതാ ഒന്ന് പന്നി കുത്തിയേക്കണു. അതാ ഉണ്ടോ അവിടെയൊക്കെ പന്നി. ഈ മിഷ്യൻ വെട്ടിയതും കൂടെ തോന്നുന്നുണ്ട്. വേഗം പിന്നെയും നല്ല പുല്ല് വന്ന് നിൽക്കണത് കണ്ടില്ലേ? ഇന്നാൾ വെട്ടിയുള്ളൂ. പക്ഷെ ഇങ്ങനെയാണ് രസം, കുറച്ച് പച്ചപ്പൊക്കെ ഇട്ട്. വിറക് പെറുക്ക് മുത്തേ, വേഗം പോണ്ടേ നമുക്ക്. വിറകൊക്കെ നല്ല കമ്മിയാണ് കേട്ടോ. നാളെ 2 ദിവസം നല്ല കാറ്റൊക്കെ വീശിയിരുന്നു. അപ്പോൾ വിറക് കുറച്ചെങ്കിലും ഉണ്ടാവും വിചാരിച്ച്. തൊടി ഇല്ലേ കുഞ്ചാ? വിറകുണ്ടാ? പക്ഷെ നല്ല ഉണങ്ങിയ വിറകുകളായത് കൊണ്ടില്ലേ വീണത് തീ പിടിപ്പിക്കാൻ സുഖമാണ്. കുഞ്ഞോ ഒരു സൈഡിൽ നിന്ന് 2 ആൾ ഒപ്പം പോയാൽ മതിയായി കേട്ടോ. ഈ ഭാഗത്ത് കൂടെ ഉണ്ട് കുറച്ച്. അതാണ്ടോ കിടക്കുന്നത്? അതാണ്ടോ? ഇതേപോലെ ഞാൻ ചെറുതാവണ സമയത്തേ ഈ റബ്ബറിൻ്റെ കൊട്ട കിട്ടും കേട്ടോ. കൊട്ട ഇങ്ങനെ റബ്ബർ കാലാവുമ്പോഴേ വീടിൻ്റെ അപ്പുറത്തെ തൊടിയിൽ. അപ്പോൾ അത് പെറുക്കി വയ്ക്കുമോ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ അതേപോലെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ദീപ ചേച്ചി, കട്ട, കുഞ്ഞമ്മ എല്ലാവരും പാടെ ഇത് വേണ്ട മൊത്തം ഇതായിക്കണം. എല്ലാവരും പാടെ കൂടിയിട്ട് കൊട്ട പെറുക്കി വയ്ക്കും. എത്ര ഉണ്ടാവും എന്നറിയോ കൊട്ട? ഓരോ ചാക്ക് കൊണ്ടുവരും, പിന്നെയും പോവും. അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛമ്മല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ചായക്ക് കടി എന്താ നല്ല നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഭയങ്കര ഓട്ടത്തിൽ പോവല്ലേ. അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. കിട്ടിയോ കൊട്ട? റബ്ബർ കൊട്ട. ആ കൊട്ട തന്നെ, അത് ചിരട്ട കത്തണ പോലെ കത്തേ. ഇതാണ്ടോ ഈ ഭാഗത്തുണ്ട് കുറച്ച്. റബ്ബർ കൊട്ടയുടെ സമയമാകുമ്പോൾ വരാട്ടെ നമുക്ക്. കുഞ്ഞു കിച്ചുട്ടാ ഇതാ ഈ കൊള്ളി എടുക്കുമത്തെ. ഈ കൊള്ളി എടുത്തിട്ട് തോനയില്ലേ? അത് ചെരുപ്പ് ഇട്ടിട്ടില്ല.
എന്തേ എന്തേ ചെരുപ്പിടാണ്ട് വന്ന്? എന്തെങ്കിലും കുത്തിയാലോ? കടയ്ക്ക് പോയിട്ടോ? അപ്പം എന്നാൽ അവിടെ നിന്നാൽ പോരായിരുന്നില്ലേ? ഇത് നമുക്ക് 2-3 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. തീ പിടിപ്പിക്കാനാണ് വിചാരിച്ചത്. അത് പിന്നെയും കഴിയുമ്പോൾ പിന്നെയും വരിക. നമ്മളിവിടെ മൊത്തം മരിച്ച് പെറുക്കിയിട്ട് ആകെ കിട്ടിയത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വിറകില്ല, ചുള്ളി വിറകുകളൊന്നുമില്ല. ആരൊക്കെ വന്ന് പെറുക്കി പോകുന്നുണ്ട് കേട്ടോ. അതാ ഒരു കറുത്തുമരം കിട്ടിയതാണ്. ഈ മരം അല്ല, ചെടി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഉള്ള കറുത്തുമരം കണ്ടില്ലേ, ഇപ്പോൾ കായ കമ്മിയാണ്. ഞാൻ ഇതൊന്ന് കെട്ടട്ടെ. ഇത്രയും നേരം എത്ര നേരം നമ്മൾ നടന്നു പറഞ്ഞിട്ടാ, പക്ഷേ ഇത്രേ കിട്ടിയുള്ളൂ. ഇതിലും കൂടുതൽ കിട്ടാറുണ്ട് കേട്ടോ. നമുക്ക് ഒരാഴ്ചക്കൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ കിട്ടാറുള്ളതാണ്. എന്ത് ഇന്നല്ലേ ബിരും വരുമ്പോൾ ബിരിക്കറിയില്ലേ നമ്മൾ, അതിനാണിതാ കയറൊക്കെ കൊണ്ടുവന്നത്. വെറുതെ ഈ ചെറുതുകളൊന്നും എടുക്കുമോ? ചെറുതുകൾ ഇതാ ഈ കുഞ്ഞിൻ്റെ അത്ര പോകുന്ന ചെറുതുകളുണ്ട്. നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടണം കൊണ്ട് അറിയില്ല. ഇതും കിട്ടാത്ത ആൾക്കാരുണ്ടാവും പൈസ കൊടുത്ത് വാങ്ങണത്. നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും അങ്ങനെ വാങ്ങണ്ട കേട്ടോ. ഒരുപാട് കനമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ ഇത് എനിക്ക് തന്നെ തലയിലേറ്റണോ കയ്യിൽ പിടിക്കണോ? അയ്യോ, കയ്യിൽ പിടിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതാ ഇത് ഉള്ളൂ. പോട്ടെ, ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കിച്ചുട്ടാ വെള്ളത്തിൽ കളിക്കാണ്ട് നേരെ പോവും, വീട്ടിൽ പോവും. ചളി കലക്കണ്ടാ, നല്ല തണുപ്പില്ലേ? അവിടുത്തെ കനാലിൽ ഇതാ ഈ ചപ്പല്ലേ, ഈ ചപ്പുള്ളപ്പോൾ എങ്ങനെ ഇറങ്ങണ? വലിയ അങ്ങോട്ട് പോ. തെളിഞ്ഞിട്ട് കാര്യമില്ലേ, ഈ ചപ്പ് കെട്ടി നിൽക്കല്ലേ, അളിഞ്ഞിട്ട് ചൊറിച്ചിൽ വരും. ഇപ്രാവശ്യം ഇറങ്ങില്ല, നല്ല വെള്ളം വന്നാലേ ഇറങ്ങുള്ളൂ. എടുക്കണ്ട കുഞ്ഞാ, അത് പാലയുടെ വിറകാണ്, എടുക്കണ്ടാന്ന്. അതെടുക്കണ്ട. ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെ ഇവിടെ ഇങ്ങനെ പാലയുടെ വിറക് വീണ് കിടക്കുമ്പോഴേ കൊണ്ടുപോയിട്ട് അവിടെ കത്തിക്കാൻ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അത് കത്തിക്കാൻ പാടില്ലാന്ന്. നമ്മുടെ അവിടെയൊന്നും പാലമരം ഇല്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഈ പാലമരം കാണുന്നത്. അപ്പോൾ അത് കത്തിക്കാൻ പാടില്ല, അത് ദോഷമാണ് പറഞ്ഞിട്ട് അവിടെ വീണാലും ആരും എടുത്തിട്ട് പോവില്ല. നമ്മുടെ നാട്ടിൻപുറത്തായതും കൊണ്ടേ വിറകില്ലെങ്കിൽ ഇതേപോലെ അടുത്ത തൊടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല ആൾക്കാരായതും കൊണ്ട് കേട്ടോ അങ്ങനെ പോയി വിറക് പെറുക്കിയിട്ട് വരാം. ഫ്ലാറ്റിലൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെയൊക്കെ നടക്കുമോ? അവിടെ പിന്നെ അടുപ്പേ ഉണ്ടാവില്ലല്ലോ അല്ലേ, വീടുകൾ കൂടെ അല്ലേ അടുപ്പുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ പേരിങ്ങനെ അമ്പലത്തേക്ക് കൊണ്ട് കുറേ പേരിങ്ങനെ പറയാറുണ്ട് കേട്ടോ. എന്തെന്നറിയോ, എന്താ ചേച്ചി ഇങ്ങനെ പെയിൻറ്റിൽ കണ്ടോ അതൊക്കെ ഉണ്ടാവും. അവിടെ നിന്നൊരു എന്താ കുറേ പുല്ലാണ് കേട്ടോ അവിടെ, അതും കൊണ്ട് പറ്റിയതാടി അച്ചുതാണ്ടോ. ഇത് പിടിക്കുന്ന സാധനം ഇനി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് മെസ്സേജ് ഇടുന്നവർ പറയുക ചേച്ചിയുടെ എന്താ നാടും ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു രസമാണ്, നമുക്കിങ്ങനെ എന്താ ഇവിടെ വരാൻ പൂതിയാവണമെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ കനാലിൽ വെള്ളം കൂടി വിട്ടപ്പോൾ കുറേ കൂട്ടുകാർ പറയുന്നത് ആ കനാൽ കാണുമ്പോൾ പുഴ പോലെ ഉണ്ടല്ലോ ചേച്ചി, എന്ത് രസമാണ് കാണാനെന്ന്. ഇവിടെ നിന്ന് നമ്മൾ വേല കാണാൻ പോകുമ്പോൾ തുടങ്ങും കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങില്ല, വേല കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പിരിക്ക്. വെള്ളം വേണോ അമ്മ, വെള്ളം വാങ്ങിത്തായോ അമ്മ, വെള്ളം വാങ്ങിത്തായോ. അപ്പം അച്ഛൻ പറയുന്നത് കേട്ടോ ഇനി വിശക്കണമെന്ന് പറയാറ്. ഇന്ന് പെൺകുട്ടിയേ ഒന്നും കിട്ടില്ല, ഇന്ന് അമ്മാതിരി തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ പേരെഴുതിയ അച്ചൂന്ന് എഴുതിയ മോതിരം വാങ്ങണമെന്ന് ഞാൻ വാങ്ങിത്തരാം. അച്ചൂന്ന് എഴുതിയ മോതിരം വാങ്ങിത്തരാം കേട്ടോ. കുഞ്ഞെന്ന് എഴുതിയ മോതിരം, പൊണ്ണമകൻ, എല്ലാവർക്കും ഉള്ള പേരെഴുതിയ മോതിരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ വേലയ്ക്ക് പോയിട്ടേ കുറച്ച് ദൂരം നടന്നേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛാ ജ്യൂസ്
അച്ഛാ വെള്ളം അത് എന്നിട്ട് നമ്മൾ വെള്ളം എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്ത് കട്ടിയെന്നറിയോ, ചുക്കുവെള്ളം വേഗം നമ്മൾ കയ്യിൽ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ വെള്ളം ചോദിക്കുമ്പോൾ നമുക്ക് ഓരോടത്ത് ഒതുങ്ങി നിൽക്കാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടല്ലോ. ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേക്കാൾ നല്ലതല്ലേ ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് വേല കാണണം. ഇല്ലേ കുഞ്ഞിനൊന്നും വേണ്ടല്ലോ. എനിക്ക് മോതിരം, കുഞ്ഞിൻ്റെ ഒരു മോതിരം ഞാൻ വാങ്ങിക്കൊടുക്കും കേട്ടോ. കാരണം കുഞ്ഞൻ കുറച്ചായി അവൻ്റെ പിറന്നാളിന് തുടങ്ങിയതാണ് അവൻ്റെ മോതിരം. ഒരു മോതിരം വാങ്ങിക്കൊടുക്കാൻ ഒരു മാസമായി അവനൊരു മോതിരം വാങ്ങിക്കൊടുക്കുമോ പറഞ്ഞിട്ട്. അവൻ്റെ കയ്യിൻ്റെ അളവ് എനിക്ക് കിട്ടണ്ടേ. അപ്പോൾ ഞാനേ ചായ വെക്കുന്നതിൻ്റെ മുമ്പേ കുറച്ച് ചാണകം എടുത്തിട്ട് വരട്ടെ കേട്ടോ. അതിനാണ് ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. ദിവസം എവിടേക്കും നീ വരണില്ല. ചാണകം ദിവസം കുറച്ച് കൊണ്ടുവന്ന് തളിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. എങ്ങോട്ട് എന്താ ചാണകം എടുക്കാൻ പോകല അടിയാണ് കേട്ടോ. എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ടുള്ള എന്താ പറഞ്ഞിട്ടാ. എന്നാ നീ പോയി എടുത്തിട്ട് പോയോ, ഞാൻ ഇവിടെ നിൽക്കാം. നീ പോയി എടുത്തിട്ട് പോട്ടാ, ഞാനില്ല. ആ ചാണകം രാവിലെ മുറ്റത്ത് കുറച്ച് തളിക്കാൻ വേണ്ടിയിട്ടേ, എന്നാലൊന്ന് പൊടി ഒതുങ്ങി കിട്ടുമല്ലോ. അപ്പോൾ എന്താ നമ്മൾ ചാണകം എടുത്തിട്ട് വരട്ടെ. ഞാൻ നേരം വഴി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് സമയം വഴുകൂട്ടോ. വന്നിട്ടേ ഉള്ളൂ ചായ വയ്ക്കുക. കുട്ടികൾക്ക് ഇപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു വന്നത്, അവർ ഭക്ഷണമൊക്കെ കഴിച്ചേക്കണു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നിൽക്കടാ.